ചേട്ടൻ പക്ഷേ ഭയങ്കര സക്സസ് ആയില്ലായിരുന്നു പിന്നീട് ആ പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞ്. അദ്ദേഹം സക്സസ്ഫുള്ളായി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, വളരെ സക്സസ്ഫുള്ളായിട്ട്. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ച? അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കും? 65 കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞ വർഷം അല്ലേ? അല്ലെ, ആ 4 മാസം. 4 മാസം. എന്താ റയർ ആൻഡ് ഡിഫിക്കൽട്ട് ക്യാൻസർ ആയിരുന്നു. നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരുന്നു? ഇല്ല, പെട്ടെന്നായിരുന്നു. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർജറി ചെയ്ത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് കുറേ വർഷം കിട്ടും എൻ്റെ അടുത്ത്, അപ് ടു 5 years കിട്ടിയേക്കാവുന്ന ചിലർ പറഞ്ഞു. 2-3 years എന്താണെങ്കിലും. എന്നാൽ പുള്ളി ആദ്യം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ക്വാളിറ്റി ലൈഫ് വേണം, ബാക്കി എങ്ങനെയാലും ജീവിതം നീട്ടിക്കൊണ്ടുപോകല്ല, ഉള്ള കാലത്ത് നല്ല ക്വാളിറ്റി ജീവിക്കണമെന്നുള്ള ഒരു നിലപാട് വെച്ച് അത് വെച്ച് നല്ലൊരു പ്രോഗ്രസ് ചെയ്യായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ഈ അസുഖത്തിൻ്റെ പ്രശ്നമാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഫ്ലെയറപ്പ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത. പുള്ളിയുടെ ബിസിനസ് പുള്ളിയുടെ മക്കളാണ് നോക്കുന്നു. സ്വാഭാവികമായിട്ട് പുള്ളിയുടെ 2 മക്കളാണ്. അതിൽ മൂത്തവനാണ്, 11 കാനഡയിലാണ്. അവൻ ഇവിടുത്തെ ബിസിനസ്സുമായിട്ടൊന്നും ബന്ധമില്ലാതെ അവനങ്ങ് കാനഡയിൽ പോയി. മൂത്തവനാണ് ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ. നമ്മുടെ ബിസിനസ് കുഴപ്പമില്ല. ഞങ്ങളുടെ പഴയ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. എനിക്കൊക്കെ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ചേട്ടൻ നടത്തുന്നത്.